ഇല്ല, അവര് യഥാർത്ഥ നമ്മുടെ കൂട്ടത്ത് ഒരാളെങ്കിലും, അതായത് ഇതിനെ പിൻപറ്റുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ കേരളത്തില്, മുഹമ്മദ് നബി. സത്യസന്ധമായിട്ട് പറഞ്ഞു അദ്ദേഹം, ഒളിച്ചും അതെ അതെ പാത്തൊന്നും അതെ, അല്ല, നേരിട്ട് പറഞ്ഞു. അതിന് നമുക്ക് ബഹുമാനിക്കാം. അതെ അതെ. പറഞ്ഞോളൂ അബ്ദുള്ള. മനു, ഏതൊക്കെ പേരാണ് ഓക്കെ മനു? പറഞ്ഞോളൂ. ഓക്കെ ഇവിടെ ലാസ്റ്റ് പറഞ്ഞ ലീ സിസ്റ്റർ ലാസ്റ്റ് പറഞ്ഞ കാര്യത്തെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. ഇവിടെ എന്താ ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ, പിന്നെ പെട്രോൾ ഒഴിച്ചത് ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ ഇവിടെ ആകെ പുലിവാലായിരുന്നു. അല്ലെങ്കിൽ ഒരു ഹിന്ദു ആണെങ്കിൽ പുലിവാലായിരുന്നു എന്ന് പറഞ്ഞതിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അത് ഒരു സാധാ, അങ്ങനെയാണെങ്കിൽ ഒരു സാധാ പ്രശ്നം, അതല്ലെങ്കിൽ അവൻ വെള്ളടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മാനസിക വിഭ്രാന്തി കൊണ്ട് ചെയ്താന്ന് പറയും. ഇവിടെ ഷാറൂഖോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ ആകുമ്പോഴാണ് പ്രശ്നം. ഇവിടെ മോഹൻലാലോ അല്ലെങ്കിൽ അമിതാഭ് ബച്ചനോ ആണെങ്കിൽ വിഷയമില്ല, അല്ലെങ്കിൽ പിന്നെ യേശുദാസോ അങ്ങനത്തെ ആളുകളാണെങ്കിൽ വിഷയമില്ല, പേരുമയാണ് വിഷയമാകുന്നത്. അപ്പൊ പിന്നെ തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അങ്ങ് പറഞ്ഞേക്കും അത് തീവ്രവാദമാണ്, തീവ്രവാദിയാണ്. ഓക്കെ, പേരുകൊണ്ട് ഒരു പോയിന്റ് അത്. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്തായിരുന്നു, പിന്നെ എനിക്ക് കയറാൻ പറ്റിയില്ല, നിങ്ങളെ പിന്നെ റൂം കാണുന്നുണ്ടായിരുന്നില്ല എന്റെ ഫോണിൽ. ഓക്കെ, അപ്പൊ നമ്മള് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമുണ്ടായിരുന്നു. അപ്പോ അപ്പോ അബ്ദുള്ള, അപ്പൊ താങ്കൾ പറയുന്നത്, അപ്പൊ ഇയാള് തെളിയിച്ചിട്ടില്ല, ഈ ഷാരൂഖ് ശേഷി എന്ന് പറയുന്നവൻ നിരപരാധിയാണെന്നാണോ താങ്കളുടെ വിലയിരുത്തൽ? അല്ല, അത് മുമ്പ് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. അത് ഷാറൂഖ് എന്നുള്ള താങ്കൾ പേര് പറയുന്നത്, വന്നപ്പോൾ തന്നെ, താങ്കളുടെ വിലയിരുത്തൽ ഷാറൂഖ് എന്ന എന്താണ്? പേര് വന്നപ്പോൾ തന്നെ അവിടെ വാർത്ത വന്നു, അത് പിന്നെ തീവ്രവാദമാണ്, അവിടെ ബന്ധമുണ്ട്, ഇവിടെ ബന്ധമുണ്ട് എന്നുള്ളത് വന്നു. ആ പേര് വന്നപ്പോ തന്നെ, പേര് പിന്നെ കിട്ടിയപ്പോ തന്നെ അവിടെ ബന്ധങ്ങൾ വന്നു കഴിഞ്ഞു, പ്രഖ്യാപിക്കൽ കഴിഞ്ഞു. താങ്കളുടെ വിലയിരുത്തൽ ഇത് തീവ്രവാദ ആക്രമണമാണോ അല്ലയോ? അതെങ്ങനെ എനിക്കറിയാൻ കഴിയൂല. ഒരു കാലത്ത് മറിയം റഷീദയെ കുറിച്ച് എന്തെല്ലോ മറിയം റഷീദ പിന്നെ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പൊ മാറി. അത് പോലീസ് അന്വേഷിച്ചതിന് വന്നു അക്കാലത്ത്. കരുണാകരന്റെ കാലത്ത് അയാളുടെ ഞാൻ അതൊന്നും അല്ല ചോദിച്ചത്, ആ വിഷയത്തിൽ. ഞാൻ അതൊന്നും അല്ല അപ്പൊ ചോദിച്ചത്. അന്ന് മറിയം ഇന്ത്യൻ ബ്രദർ, ഒരു മിനിറ്റ്. ലീ സിസ്റ്റർ അല്ലേ, ഒരു പിന്നെ സ്ത്രീ അല്ലേ? ഈ മറിയം റഷീദയെ എത്രയാണ് പീഡിപ്പിച്ചത്? ഞാൻ ഒരു കാര്യം ചോദിക്കുമ്പോ സഹപ്രവർത്തക ചക്കെന്ന് പറയുമ്പോ കൊക്കെന്ന് പറയല്ല അന്ന് അബ്ദുള്ള. ചക്കെന്ന് പറയുമ്പോ കൊക്കെന്ന് രാജ്യദ്രോഹ പറയരുത്. കുറ്റമായിരുന്ന മറിയം റഷീദ സ്ത്രീയുടെ പേരിൽ പിന്നെ ചുമത്തിയിരുന്നത്. പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയൂല എന്താണ് താങ്കളൊന്ന് സംഭവിച്ചത്. മ്യൂട്ട് ചെയ്യൂ. താങ്കൾക്ക് ചോദ്യം മനസ്സിലായില്ലേ? ഈ താങ്കൾ ഒരു യഥാർത്ഥ ഇസ്ലാം, ഒരു തനി മുഹമ്മദിന്റെ ഫോളോവർ ആയിട്ടുള്ള, മുഹമ്മദിന്റെ ആരുടെയാണ്? ഇന്ത്യൻ ബ്രദറെ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഇന്ത്യൻ ബ്രദറെ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ആ, ഭയങ്കര ശബ്ദം. താങ്കൾ ഒരു യഥാർത്ഥ മുസ്ലിം ആണെന്ന് ഇന്നലെ ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. മുഹമ്മദിന്റെ മാതൃക പിന്തുടരുന്ന ആള് തന്നെയാണ്. അപ്പൊ വഹാബി തന്നെ ആയിരിക്കണം താങ്കള്. അപ്പൊ സത്യം പറയണമെന്നാണല്ലോ നിങ്ങളുടെ നിയമം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഷാരൂഖ് ഷെഫിയെ പറ്റി ഇത്ര ദിവസം ന്യൂസ് വന്നു, എന്നിട്ടും താങ്കൾ ഇനി വലിയ ന്യൂസ് വരാൻ കാത്തിരിക്കുകയാണ്. ഈ PFI-ക്കാരെ എല്ലാം ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ കൊണ്ട് ജയിലിലിട്ടിരിക്കുന്നതും അത് വെറുതെ ആയിരിക്കും അല്ലേ? അവരുടെ വീട്ടില് ആയുധങ്ങളെല്ലാം, ആയിരക്കണക്കിന് ആയുധങ്ങൾ പിടിച്ചെടുത്തതെല്ലാം ആരെ വെട്ടിക്കൊല്ലാനായിരുന്നു അബ്ദുള്ള? ഷാറൂഖ് അല്ല, ഉറുമ്പിനെ ഷെഫിയെ എട്ടുകാലി വെട്ടിക്കൊല്ലാനായിട്ടായിരുന്നോ? എന്നെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ എനിക്കറിയാൻ കഴിയും, കാരണം എന്റെ കാര്യം എനിക്കറിയാം ശരിക്ക്. എന്നെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാണ്. ഞാൻ പിന്നെ ആകെ 2 പ്രാവശ്യമാണ് ഉംറക്ക് പോയിട്ടുള്ളത് സൗദിയിലേക്ക്. അതൊന്ന് ഫാമിലിയോടൊത്ത്, ഒന്ന് പിന്നെ ഔക്കാഫിന്റെ കീഴിൽ. അപ്പോ ഗവൺമെന്റിന്റെ കീഴിൽ. ഈ 2 പ്രാവശ്യമല്ലാതെ ഞാൻ സൗദിയിൽ, ഈ 2 പ്രാവശ്യമല്ലാതെ ഞാൻ സൗദി പോയിട്ടില്ല. പിന്നെ നിങ്ങള് ഞാൻ 10 വർഷം സൗദിയിൽ പിന്നെ പഠിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പ്രഖ്യാപിച്ചത്. എന്നെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ തെറ്റാണ്. നിങ്ങൾ എന്നെ കുറിച്ച് താങ്കൾ 6 വയസ്സുള്ള കൊച്ചിനെ നിക്കാഹ് ചെയ്യുന്ന പറഞ്ഞ സത്യമല്ലേ? ആരാണ് പറയുന്നത്? താങ്കൾ 6 വയസ്സുള്ള കൊച്ചിനെ നിക്കാഹ് ചെയ്യുന്നവരെ പറഞ്ഞ സത്യമല്ലോ പറഞ്ഞ? ഓടി കേൾപ്പിക്കാം, ഓടി ഞാൻ കേൾപ്പിക്കാം. ആര് പറഞ്ഞാലും ബോണ്ട്
ആ ഓക്കെ ഓക്കെ ഓക്കെ. താങ്കൾ അപ്പൊ പറഞ്ഞ നിങ്ങൾ കാര്യമാണ്. പറയുന്ന പല കാര്യങ്ങളും എന്നെ കുറിച്ച് പറയുന്ന പല കാര്യങ്ങളും താങ്കൾ തന്നെ തെറ്റാണ്. പറഞ്ഞതല്ലേ അപ്പൊ ഇനി റെക്കോർഡിംഗ് കേൾപ്പിക്കാം. ഷാറൂഖിനെ കുറിച്ച് ആണ് ഇപ്പൊ ചോദ്യം വന്നത്. ഷാറൂഖിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹമായിട്ട് ബന്ധമില്ല, എന്നെ അറിയില്ല അയാളെ. അപ്പൊ ഇങ്ങനെ പേര് വന്നപ്പോ അപ്പോഴേക്കന്നെ പിന്നെ വന്നു അയാള് ഭീകരവാദിയാണ്, ആ പേര് അറിഞ്ഞപ്പോ തന്നെ. അപ്പൊ ഇതാണ് ഓക്കെ, അവസ്ഥ. പേര് വന്നാൽ തന്നെ മ്യൂട്ട് ചെയ്തോളൂ. അബ്ദുള്ള മ്യൂട്ട് ചെയ്തോളൂ. അബ്ദുള്ള മ്യൂട്ട് അബ്ദുള്ള, ചെയ്തോളൂ. ഞാനൊരു കാര്യം പറയട്ടെ. ആ, പറയൂ പാസ്. ആ, അബ്ദുള്ളേ, കാര്യം ഒരു ഹിന്ദുവിന്റെ പേരിലുള്ള ഒരാളായിരുന്നു അക്രമം ചെയ്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാമത്തിലുള്ള ഒരാളായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം വരുത്തില്ലായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ തന്നെ വേറൊരു കാര്യമുണ്ട്. അത് ഈ ലോകത്തില് ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിനകത്ത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും അത് തീവ്രവാദം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും, മുസ്ലിമായി ജനിച്ച ഓരോ വ്യക്തികളുടെയും ബാധ്യതയാണെന്ന് പ്രമാണത്തിൽ എഴുതി വെച്ചിരിക്കുക, അത് പഠിപ്പിക്കുകയും അത് ചെയ്യുകയും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ലോകത്തിൽ ഏതെങ്കിലും ഒരു മതം, ക്രിസ്തീയ മതം അത് പഠിപ്പിക്കുന്നില്ല, ഹിന്ദുമതം പഠിപ്പിക്കുന്നില്ല, അതുപോലെ ജൈനമതോ ബുദ്ധമതോ സിഖ് മതമോ അത് പഠിപ്പിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ മതം, നിങ്ങളുടെ ഗ്രന്ഥം, നിങ്ങളുടെ പ്രവാചകൻ, നിങ്ങളുടെ വിശ്വാസം, ഇതെല്ലാം തീവ്രവാദമാണ്. നിങ്ങളുടെ ഏറ്റവും ആദ്യത്തേതും അവസാനത്തേതുമായി നിങ്ങൾ ചെയ്യാനിരിക്കുന്ന ഏറ്റവും വലിയ കടമ, ബാധ്യത, ലോകത്തിന് തന്നെ നിങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് തീവ്രവാദം. അതുകൊണ്ട് ആ വ്യക്തി ചെയ്തതൊരു തീവ്രവാദ പ്രവർത്തനം തന്നെ. അദ്ദേഹം ഏതോ ഒരു തീവ്രവാദിയുടെ പ്രസംഗം കേട്ടിട്ടാണ് അദ്ദേഹം ചെയ്തതെന്ന് സത്യമാണെന്ന് ഉള്ളതാണെന്ന് അറിയത്തില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാ. ഈ ദിവസങ്ങൾ ഇന്നലെ മെനിഞ്ഞാന്നൊക്കെ അതിനെക്കുറിച്ച് ടി വിക്കകത്ത് ചർച്ചയും നടന്നു. അപ്പോഴാണ് ഇദ്ദേഹം വന്നിരുന്ന് വെളുപ്പിക്കുന്നത്. എന്തിനാ അത് അദ്ദേഹം എന്ന് പറയുന്ന ക്രിസ്ത്യാനിയാണെങ്കിൽ പാസ്റ്റർ? അവനെ സംഭവിക്കത്തില്ലായിരുന്നു. എന്തിനാ അദ്ദേഹം എന്ന് പറയുന്ന? തീവ്രവാദി എന്ന് തന്നെ പറയും പാസ്റ്റർ. ഹലോ ഹലോ, സിഖ് മതത്തെ കൂടെ കൂട്ടിയല്ലോ നിങ്ങൾ. അപ്പൊ ഈ അല്ല, ഖലിസ്ഥാൻവാദികളും പിന്നെ എന്തായാലും ഇതിനകത്ത് എന്തായാലും ഉപയോഗിച്ച് വന്നവരൊക്കെ എന്താ എന്തായാലും അവസ്ഥ? നിങ്ങളെക്കാൾ ബെസ്റ്റാ. സിഖ് 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 മതത്തെ കൂട്ടിയല്ലോ. അപ്പൊ അവരുടെ അവരുടെ മതം, നിങ്ങള് പറയുന്ന അല്ല, അവരുടെ മതത്തിനകത്ത് നിങ്ങൾ നിങ്ങളുടെ പറയുന്ന തലവെട്ടണമെന്നുണ്ടോ? എല്ലാ മതങ്ങളും സമാധാനമാണ്. എന്നാ ഇപ്പൊ ഈ ഈ കുരിശുദ്ധൊക്കെ എന്തിനാ നടന്നത്? ഇസ്ലാം എന്ന് എന്നാ ഒരു പറയുന്നത് കാര്യം ചെയ്യും സമാധാനമല്ല. അബ്ദുള്ള ഹിറ്റ്ലർ ഖുറാൻ എടുത്തിട്ട് ഹിറ്റ്ലറുടെ മതം എന്തായിരുന്നു? ഹിറ്റ്ലറുടെ ആ മതം എന്തായിരുന്നു അബ്ദുള്ള അവിടെ? ഈ അബ്ദുള്ള സിസ്റ്ററെ ഇപ്പൊ പറഞ്ഞ എല്ലാ മതവും സമാധാനാണെന്നല്ല. അല്ല അല്ല നിങ്ങളുടെ ഖുറാൻ ഓപ്പൺ അല്ല ചെയ്യേ, ഞാൻ പറയാം, വചനത്തിന്റെ നമ്പർ ഞാൻ പറയാം. ഖുറാൻ തുറന്നിട്ട് നിങ്ങൾ 9-ാം അധ്യായം എടുക്ക്. വചനം ഒക്കെ നോക്കിയാൽ ഒരു നിങ്ങളുടെ വചനം നിങ്ങൾ നിങ്ങളുടെ കാണുന്നുള്ളൂ. നിങ്ങളുടെ മുഹമ്മദ് നിങ്ങളുടെ വചനം മരിക്കുന്നതിന് നിങ്ങൾ മുമ്പ്, കാണുന്നില്ല. ഇവിടെ ഞങ്ങളുടെ നിങ്ങളുടെ വചനം വചനം പറയാനായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ ഈ തീവ്രവാദം നിർത്താൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇവിടെ അല്ല ഇരിക്കുന്നത്. ഇപ്പൊ 6 വയസ്സുള്ള കുട്ടിയെ കെട്ടാൻ റെഡി ആയിട്ടിരിക്കല്ലേ നിങ്ങള്? ഇതല്ലേ എം എം നിങ്ങളെ അക്ബർ പഠിപ്പിച്ചിരിക്കുന്നത്? എം എം അക്ബർ താങ്കൾ പറഞ്ഞത് എല്ലാവരുടെ എന്താണ്? വചനവും പറഞ്ഞു. താങ്കൾ ഇന്നലെ പറഞ്ഞത് എം എന്താണ്? എം അക്ബർ ബോണ്ടേർ ഒന്ന് അദ്ദേഹത്തിന് കേൾപ്പിച്ച്, മതപ്രബോധന താങ്കൾ നടത്തിയത്. ഒന്ന് മ്യൂട്ട് ചെയ്യും. ബോണ്ടേർ ഒന്ന് ബോണ്ട് എം റെഡി എം ആണെങ്കിൽ ഒന്ന് അക്ബർ കേൾപ്പിച്ച്, അതെല്ലാരും ഒന്ന് കേൾക്കട്ടെ. വെറുതെ ബോണ്ട് ഒന്ന് കേൾപ്പിച്ച്. സിസ്റ്റർ ഒരു ഒറ്റ മിനിറ്റ്, 1 സെക്കൻഡ്, 1 മിനിറ്റ്. അത് ആ, അത് ഒന്ന് കേൾപ്പിച്ചത്. കേൾപ്പിക്കുന്നത് ഞാൻ കേട്ടതല്ല, ഞാൻ പറഞ്ഞ കാര്യല്ലേ. എന്നെ ഇവിടെ കേൾക്കേണ്ട ഇരിക്കുന്നവർക്കൊക്കെ ഒന്ന് ആവശ്യമുണ്ടോ? കേൾക്കണം. നിങ്ങൾ തന്നെ കേൾക്കണം, ഞാൻ എല്ലാവരും എത്രയോ അറിയട്ടെ. പ്രാവശ്യം കേട്ടതാണ്. ഒരു നിങ്ങളെ പോലെയുള്ള തീവ്രവാദികൾക്ക് ഇന്നും 6 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ മേലെയാണ് കണ്ണ്. അവസരം കിട്ടിയാൽ നിക്കാ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന അപ്പൊ ആൾക്കാരാണ് നിങ്ങളെ ഹലോ പോലുള്ളവര്. ഒരു സിസ്റ്റർ, നിങ്ങൾക്കറിയില്ല ഞാൻ മുഹമ്മദിന്റെ അനുയായികള് മുസ്ലിമുകള് സിസ്റ്റർ 6 വയസ്സുള്ള കുഞ്ഞിനെ ഇപ്പൊ കെട്ടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ കേൾപ്പിക്കാം. മനു ആ, മ്യൂട്ട് ചെയ്ത്, മനു കേൾപ്പിക്ക്. മ്യൂട്ട് ചെയ്ത്. സിസ്റ്ററെ, ഞാൻ മനു 2 മ്യൂട്ട് ചെയ്യാൻ വയസ്സുള്ള പറഞ്ഞില്ലേ? മനു മ്യൂട്ട് ചെയ്ത്. മനു മ്യൂട്ട് ചെയ്യേ, മനു മ്യൂട്ട് ചെയ്യേ. മൂട്ടിയിടോ അബ്ദുള്ള, മൂട്ടിയിടോ. മൈക്ക് എടുക്കല്ലേ? ഞാൻ 2 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച തന്നോട് മ്യൂട്ട് ചെയ്യാനല്ലേ പറഞ്ഞത്. ഉണ്ടായിരുന്നല്ലോ. ആദ്യം മനുവിനെ താഴോട്ടിറക്കല്ലേ. മ്യൂട്ട് ചെയ്ത് അവിടെ ഇരുത്തി കേൾക്കണം. പിന്നെ ഹലോ മനു മ്യൂട്ട് ചെയ്യാൻ ഹലോ, പറഞ്ഞില്ലേ? ഞങ്ങൾ മനു മുസ്ലിങ്ങള് മ്യൂട്ട് ചെയ്യേ. 1 വയസ്സുള്ള മനു മ്യൂട്ട് ചെയ്യാൻ. താൻ കൂടുതൽ വർത്താനം പറയണ്ട. ഇന്ത്യയുടെ ഒരു പാസ്പോർട്ടുമായിട്ടല്ലേ അവിടെ പോയിട്ട് ചെയ്യുന്നത്. 2 അതുകൊണ്ട് വയസ്സുള്ള അവിടെ ഇരുന്ന് കേക്ക്. മ്യൂട്ട് ചെയ്തിട്ട് 1 കേക്ക്. വയസ്സുള്ള കുട്ടികളെ കല്യാണം കഴിക്കുന്നു. മനു മ്യൂട്ട് ചെയ്യേ. മനു ഹലോ മ്യൂട്ട് ചെയ്യേ. മനു പൊട്ടിത്തെറിക്കല്ലേ? ഹലോ മ്യൂട്ട് ചെയ്യേ. മ്യൂട്ട് ചെയ്യേ. മനു മ്യൂട്ട് ചെയ്യേ. ബ്രദർ
കേരളത്തിലെ ഒരു കുഞ്ഞ് താങ്കൾ നിക്കാഹ് കഴിക്കുമ്പോ ആ കുഞ്ഞിന് ഇതുവരെ ആർത്തവം വന്നിട്ടില്ല. ഞങ്ങൾ നിക്കാഹ് കഴിക്കും, ഒരു കുഴപ്പമില്ല. മുഹമ്മദ് നബി നിക്കാഹ് കഴിച്ചു. കേട്ടോ, കേൾക്കൂ. 6 വയസ്സുള്ള കേരളത്തിലെ ഒരു കുഞ്ഞ്, ഒരു മുല്ലാക്കയുടെ കുഞ്ഞിനെ താങ്കൾ നിക്കാഹ് കഴിക്കുമ്പോ ആ കുഞ്ഞിന് ഇതുവരെ ആർത്തവം വന്നിട്ടില്ല. ഞങ്ങൾ നിക്കാഹ് കഴിക്കും, ഒരു കുഴപ്പമില്ല. മുഹമ്മദ് നബി നിക്കാഹ് കഴിച്ചു. എല്ലാരും കേട്ടല്ലോ? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, ഞാൻ കഴിക്കും. 6 വയസ്സുള്ള കുഞ്ഞിനെ നിക്കാ കഴിക്കും. അമ്മൂമ്മ നിക്കാഹ് ചെയ്തിട്ടുള്ളൂ, അപ്പൊ ഞങ്ങൾക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. ആ, കേരളത്തിലെ എല്ലാവരും കേൾക്കണം ഇത്. ഇവനത് ഇത് പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയാണ് ബോളുണ്ടാക്കിയുണ്ടോ? ഇതാണ് അവന്റെ പരിപാടി. അവന് മനസ്സിലായി. ഞാനാ താഴേക്ക് ഇറക്കിയത്. അത് താഴേക്ക് ഇറക്കണ്ടായിരുന്നു സിസ്റ്റർ. എനിക്ക് 2 കാര്യം പറയാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മേലേക്ക് വിളിക്കാം, അദ്ദേഹത്തിന് പലതും പറയാനുണ്ടല്ലോ. ഇനി സ്റ്റേജിയെ കൂടി വെളുപ്പിക്കണ്ടേ? മേലോട്ടെടുക്ക്, താഴെ മേലോട്ടെടുക്ക്, ഓടിക്കാണും ചിലപ്പോ. ആളോടി പോയി. ഇവിടെ ഇരിപ്പുണ്ട്, താഴെ ഉണ്ടല്ലോ. ഇതാ വന്നു, പറഞ്ഞോളൂ. ഹലോ. അപ്പോ ഞങ്ങള് വ്യാപകമായിണ്ടല്ലോ, ഞങ്ങള് 4 വയസ്സുള്ള 2 വയസ്സുള്ള ഒക്കെ കുട്ടികളെ കല്യാണം കഴിക്കുന്നുണ്ടല്ലോ. ഞാൻ തന്നെ അതിന് റെഡിയാണല്ലേ? അപ്പൊ അതിന് റെഡിയാണ്, മുഹമ്മദ് പിൻപറ്റിക്കൊണ്ട് ഞാൻ 4 വിവാഹം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വ്യാപകമായിട്ട് വിവാഹം കഴിക്കുന്നുണ്ടല്ലോ. 4 വിവാഹം, ചെറിയ കുട്ടികളൊക്കെ പീഡിപ്പിക്കുന്നുണ്ട്, കല്യാണം കഴിക്കുന്നുണ്ട്. അങ്ങനെ ജനസംഖ്യ കൂട്ടുന്ന ആൾക്കാരാണ് ഇവര്. ജനസംഖ്യ കൂട്ടിക്കോള്. ആ ജനസംഖ്യ കൂട്ടും. പിന്നെ അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഞങ്ങൾക്കല്ല അസൂയ. ടെന്റ് നടക്കുന്നുണ്ട്, ടെന്റ് നടക്കുന്നുണ്ട് കുറെ എണ്ണം. നിങ്ങളോട് സഹതാപമാണ്, നാണമുണ്ടോ? അവൻ 4 കെട്ടിയിട്ടുണ്ട്. ഗബ്രിയേൽ ബ്രോ 2 വയസ്സ് തൊട്ട് 4 വയസ്സുള്ള പിള്ളേരെ ഇഷ്ടം പോലെ കല്യാണം കഴിക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നാണ് ഇപ്പൊ ചോദ്യം. നമുക്കൊരു പ്രശ്നമില്ല സാറേ, നിങ്ങൾ ചെയ്തോ, നിങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? കുട്ടിയെ വിവാഹം കഴിക്കുന്നുണ്ട്. ആ ചെയ്യണം, അങ്ങനെ തന്നെ ചെയ്യണം സഹോദര, അങ്ങനെ തന്നെ ചെയ്യും. ജനിച്ച് 24 മണിക്കൂർ ആവണേന് മുമ്പ് ചെയ്യാന്ന് പറഞ്ഞ ഫത്തൽ മൂന്നിൽ എഴുതിയിട്ട് പിന്നെ നിങ്ങൾ ഒരു വയസ്സ് ഞങ്ങൾക്ക് തന്നെ അസൂയ? ഞങ്ങൾക്ക് ഒരു അസൂയ, നമുക്കൊരു അസൂയല്ല, നമുക്ക് അസൂയല്ല. നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളുകയല്ല. 40 ഭാര്യമാരെ നിങ്ങൾ ചെയ്യണം. 40 കെട്ടണം. വീട്ടിൽ കയറ്റും. 40 ആയാലും കുഴപ്പമില്ല. നിങ്ങൾ 24 മണിക്കൂറുള്ളതിനെ തൊട്ട് 89 വയസ്സോ 90 വയസ്സോ ഉള്ള കുഴിയിലിട്ടപ്പോ നബി കാണിച്ച പോലെ അലിയുടെ അമ്മ ഫാത്തിമ മരിച്ചപ്പോ ഖബറിൽ ഇറങ്ങി കിടന്ന് ചെയ്തതുപോലെ നിങ്ങൾ അങ്ങനെ ചെയ്തു. അതും നമുക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്ക് എന്താ അസൂയ? ഞങ്ങൾക്ക് ഒരു അസൂയയില്ല സഹോദര. ഞങ്ങൾ എന്തിനാ അസൂയപ്പെടുന്നത്? പിഞ്ചു കുഞ്ഞുങ്ങളെയോ അതോ നിങ്ങളുടെ ഭർത്താവിന് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു സ്ത്രീ, ഒരു ഇസ്ലാമിക സ്ത്രീക്ക് മനുഷ്യ പട്ടിയായിട്ടോ പന്നിയായിട്ടോ ബന്ധപ്പെടണമെന്ന് വിചാരിച്ചാൽ അതിന് നിങ്ങൾക്ക് ഇതുണ്ട്. ഞങ്ങൾക്ക് ഒരു അസൂയയില്ല. നിങ്ങൾ അത് തന്നെ ചെയ്യണം. സ്വന്തം അമ്മയായിട്ടോ പെങ്ങളായിട്ടോ ഭാര്യയുടെ അമ്മയായിട്ടോ ആരോട് വേണ്ടി ചെയ്താലും അതിന് ഹദ്ദില്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മഹർ മാത്രം കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? മഹർ കൊടുത്തില്ല ഈ പ്രശ്നമാണ്. നിങ്ങൾ ചെയ്തോ, നമുക്ക് അതിനും ഒരു അസൂയയില്ല സഹോദര. നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. നാട്ടുകാരെ വിളിച്ച് കൂട്ടിയിട്ട് കാണിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം. മനസ്സിലായോ? പിന്നെ ആട് തിന്ന് കളഞ്ഞ ആയത്തും നിങ്ങൾ കൊണ്ടുവരണം. കാരണം ഒരു അന്യപുരുഷൻ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങളുടെ സ്ത്രീകൾ 10 പ്രാവശ്യം മുല കുടിപ്പിക്കണം എന്നുള്ളതും കൂടെ കൊണ്ടുവരണം. അതും നിങ്ങൾ ചെയ്യണം സഹോദരൻ. ഞങ്ങൾക്ക് എന്നാ അസൂയ? ഞങ്ങൾ കണ്ട് മാറി നിന്ന് കാണാലോ. ഏറ്റവും നല്ല മാതൃകയാണല്ലോ കാണിച്ചേക്കുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. അയാള് സ്വയം പോയതാ. ഗബ്രിയേൽ ബ്രോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഗബ്രിയേൽ ബ്രോ ഒരു കാര്യങ്ങൾ പ്ലീസ്, ഒരു കാര്യങ്ങൾ ഗബ്രിയേൽ ബ്രോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനോഹരന്റെ മാതൃകയാക്കി ഞങ്ങൾ ജീവിതത്തിൽ പകർത്തുവാന്ന് കൂടെ പറയാനായിട്ട് എന്തിനായി? അതുകൂടെ പറഞ്ഞ കാര്യങ്ങൾ എളുപ്പമായില്ലേ? നമ്മൾ ഈ റൂമിൽ ചെയ്യുന്നു പറയുന്നേ. നമുക്ക് എന്താ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നലെ പറഞ്ഞു. ഞങ്ങളുടെ നബി ചെയ്തു, അതുകൊണ്ട് ഞാൻ ചെയ്യും എന്നാണ് പറഞ്ഞത്. ശ്വേത സിസ്റ്റർ എന്ത് പറയുന്നു ഇപ്പൊ? ശ്വേത സിസ്റ്റർ മോളിലേക്ക് വന്നു. ഒരു സ്ത്രീ ശബ്ദം കേൾക്കട്ടെ. റെസ്പോൺസ്. 1 മിനിറ്റ്. സൗദി ബ്രദർ ഒരു മിനിറ്റ്. സ്മിത സിസ്റ്റർ എന്താ പറയുന്നത്? സ്മിത സിസ്റ്റർ പറയും. സ്മിത സിസ്റ്റർ അല്ല, ഇത് സ്മിത്ത് ബ്രദർ ആണ്. എന്നുള്ളതിന്റെ സോറി
ഓക്കെ, സോറി. അല്ല ഇത് ഇത് എന്താ ചോദ്യം എന്തായിരുന്നു? നിങ്ങൾ കേട്ടായിരുന്നോ ഈ പറഞ്ഞ സഹോദരൻ അല്ലല്ല, പറഞ്ഞു? താങ്കളൊന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ വിചാരിച്ചു സ്മിത സിസ്റ്റർ ആണെന്ന് വിചാരിച്ചിട്ടാണ് താങ്കൾക്ക് അവസരം തന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യൂ. സൗദി ബ്രദർ എന്താ പറയാമെന്ന്? സുധി ജോസഫ്. സുധീഷ് ജോസഫ്. ഞാനിപ്പോ ഇത് കുറച്ചൊരു ഒരു 20 മിനിറ്റായി ഇത് കേൾക്കുന്നു. അപ്പൊ പറഞ്ഞു പോയ ആളെ കുറിച്ച് ഞാനിപ്പോ ചിന്തിക്കാണ്. അപ്പൊ സ്വന്തം വീട്ടിൽ അങ്ങനത്തെ ഒരു പ്രായമുള്ള മോളാണെങ്കിൽ പോലും അവരത് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ള അതിന്റെ ഒരു സിസ്റ്റർ വന്നത് ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല? സിസ്റ്ററെ അബ്ദുള്ളയാണെന്നേ. അബ്ദുള്ളയാണ് ഇന്നലെ വന്ന സെയിം ടീം തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ ഉണ്ടായിരുന്നല്ലോ ഈ സമയത്ത് ഇതേപോലെ തന്നെ ഒരു മൗനം സൗണ്ട് വെച്ച് പറഞ്ഞുകൊണ്ട് പിന്നെ ലാസ്റ്റ് ഇതേപോലെ ഇറങ്ങിപ്പോയൊരു സമയം ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഇന്നലെ ഫുള്ള് ക്ലാസ്സിലാണ് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പൊ അവര് ഇവരുടെ ഈ മനോഭാവം വെച്ചിട്ട് വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ശരിക്കും ഒരു അവരുടെ വീട്ടിലൊക്കെ ശരിക്കും ബാലപീഡനല്ലേ നടന്നുകൊണ്ടിരിക്കുക. എന്റെ പൊന്നു സൗര കേക്ക് നാട്ടുകാർ മുഴുവൻ അറിയട്ടെ. ഇന്നലെ മനു എന്നുള്ള പേരിൽ വന്നു, ഇന്ന് വട എന്നുള്ള പേരിൽ വന്നു. ഇവര് വടയാണ് വടിയാണ് വടിയും കൊടയും എടുത്തോണ്ട് ഇറങ്ങുന്നത് നാട് മുഴുവൻ. ഇതാണ് അവര് മാനവരിൽ മനോഹരനായിട്ടുള്ള ആളുടെ മാതൃക കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിന് തന്നെ എത്ര എതിരാണ് ഇവർ. എത്ര പൈശാചികമായ രീതിയിലാണ് അയാൾ പറയുന്നത്. 6 വയസ്സുള്ള കൊച്ചിനെ ഞാൻ കെട്ടു എന്ന് പറയുന്നത് തന്നെ അയാൾക്ക് ആ ഒരു എന്താ മാനുഷികമായിട്ടൊരു ചിന്തകൾ പോലും ഇല്ലാന്ന് ആലോചിക്കുമ്പോഴാണ്. മലയാളിയാന്ന് ആലോചിക്കുമ്പോൾ തന്നെയാണ് നാണക്കേട് തോന്നുന്നത് അയാളെ കുറിച്ച്. ഇതിനകത്ത് മലയാളി ഒന്നും ഇല്ല എന്റെ പൊന്നു സഹോദര. ഇതിനകത്ത് ഇവരെ തുമ്പ് ചെത്തുന്ന അന്ന് ഇവരെ തലമണ്ടയിൽ ഫുൾ കേറുന്ന സാധനം ഇതാണ്. ഈ മുസ്ലിം ആയിട്ടുള്ള ഒരു പുരുഷൻ അല്ലെങ്കിൽ ഖുർആൻ വായിക്കുകയും ഹദീസുകൾ പഠിക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിമിന്റെ തലയുടെ മൂന്നിൽ 1 ഭാഗവും നിറച്ചും ഇത് തന്നെ എഴുതിയ സെക്സ് റോട്ടിക്കട പോയപ്പോൾ ഒരു പെങ്കൊച്ചിനെ അല്ലെങ്കിൽ ഒരു സ്ത്രീനെ കണ്ടപ്പോഴത്തേക്കും പുള്ളിക്ക് അങ്ങ് കാമം ജ്വലിച്ചിട്ട് എന്താ ചെയ്തത്? ഓട്ടിപ്പിടിച്ച് വീട്ടിൽ ചെന്ന് അവിടെ മുറ്റത്തിരുന്ന പെണ്ണുമ്പിള്ളേനെ വലിച്ചകത്ത് കയറ്റി. ആരാ? സൈദിന്റെ ഭാര്യയായിരുന്നു. മനോഹരന്റെ മഹത്വങ്ങള്. തൊകൽപാത്രം കഴിക്കണം സൈന്യബിനെയും വിളിച്ചകത്ത് കയറ്റി. ഇതെല്ലാം വിഷമം മാറ്റി കഴിഞ്ഞപ്പോ പുള്ളി പറയാണ് സ്ത്രീകൾ പിശാചിന്റെ രൂപത്തിൽ വരുന്നു. എങ്ങനെയുണ്ട്? അന്നേരം പുള്ളി ആയത്തിറക്കും. അതാണ് കോമഡി. അന്നേരം പുള്ളി ആയത്തുകൾ ഇറക്കും. പടച്ചോ പറഞ്ഞാന്ന് പറഞ്ഞാൽ ആയത്തിറക്കും. അന്നേരം എനിക്ക് നൽകപ്പെട്ടു വന്നു എന്ന് പറഞ്ഞിട്ട്